എക്സ്പീരിയൻസ് അത് പ്രതീക്ഷ പോലെ വന്നിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരുടെ റെസ്പോൺസ് ചെയ്യുന്നതാണ് അറിയാം. സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് നമ്മളത്ര ഹാപ്പി ആയിരുന്നു ഓൾറെഡി റിലീസിന് മുമ്പേ. ഞാൻ കണ്ടിടത്തോളം തിയേറ്ററിൽ അവസാനം ആ ഒരു കയ്യടി ഞാൻ പ്രതീക്ഷിക്കുന്നത് കിട്ടി. ഞാൻ വിചാരിക്കുന്നത് അവർക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൈയടിച്ചാണെന്നുള്ളതാണ്. സുഷിനോട് ചോദിക്കും. ഓക്കെ റഫറൻസ് ഉണ്ടോ? അതായത് ഇങ്ങനെ സൂപ്പർ സ്റ്റാർസ് ഇങ്ങനെ ഉണ്ട് എന്ന് പണ്ടും കണ്ടും അഭിനയത്തിന് മുൻപ് ഇത്തരത്തിൽ എന്തെങ്കിലും തോന്നിയിരുന്നോ? അങ്ങനെ തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഞാനായിരിക്കും. അങ്ങനെ ആളുകൾ മാറേണ്ടതുണ്ടോ? നമ്മളുടെ നടന്റെ ജോലി അഭിനയമാണല്ലോ, സ്റ്റാർട്ടം ഉണ്ടാക്കലല്ല. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും കപ്പിയായിരുന്നു കേട്ടോ. സുരേഷ് കൃഷ്ണൻ ചേട്ടന്റെ ഒപ്പം ഉള്ള ഒരു അഭിനയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൗണ്ടറുകളെല്ലാം അടിപൊളിയായിരുന്നു. രസമായിരുന്നു. പുള്ളിക്ക് ഈ സിനിമ കൊണ്ട് പുള്ളിയുടെ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടില്ലാത്ത ഏരിയ കൂടെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹലോ, പിന്നെന്താ ഭാവന സിനിമ ഉണ്ടായിരുന്നോ? അറിയോ? അറിയില്ല. വിളിച്ചിരുന്നോ? ടച്ചിലുണ്ടോ? എന്താണ് പ്രേക്ഷകരോടൊന്ന് പറയാനുള്ളത്? സിനിമ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നെവർ എൻഡിങ് പ്രോസസ് ആണല്ലോ പഠനം. അതായത് കേവലം ഈ ആരാധകരുടെ ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിനുപരി അത് കേവലമല്ല, അത് വലിയ കാര്യമാണ്. അത് കേവലം എന്ന് പറയാൻ പറ്റില്ല. ആഹ്ലാദ പ്രകടനം തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ സിനിമയിൽ പറഞ്ഞു സൗന്ദര്യം, അങ്ങനെ ലിപ് ലോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അതല്ല, അതിനപ്പുറത്ത് അഭിനയമാണ് ഒരു ആക്ടറിന്റെ അഭിനയമാണല്ലോ, നടനമാണല്ലോ നടന്റെ ജോലി. അതിൽ തന്നെയാണല്ലോ നമ്മൾ എക്സൽ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. എന്തോ ക്യാരക്ടർ എനിക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇമോഷണൽ സീനുകളിലൊക്കെ ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു കണക്ഷൻ പുള്ളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഇതൊന്ന് കഴിഞ്ഞു വിടണം, കഷ്ടമുണ്ട്. ഓക്കെ, ഇതാ കണ്ണുറക്കാൻ പറ്റില്ലല്ലോ. മധുബാലെ, രഞ്ജിച്ചേട്ടൻ, അതുപോലെ തന്നെ അനൂപ് മേനോൻ തുടങ്ങിയിട്ടുള്ള നിരവധി വലിയ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ രഞ്ജിച്ചേട്ടന്റെ അടുത്ത് ആ സിനിമയിലുള്ള പോലെ എപ്പോഴെങ്കിലും ചീത്തയൊക്കെ അടി വന്നിട്ടുണ്ടോ? ഇല്ല. പുള്ളി ശരിക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ ആ സിനിമയിലുള്ള ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു എന്നുള്ളൂ. അതർവൈസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര കോൺവെർസേഷൻസ് ആണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ഭയങ്കര തമാശയും അങ്ങനത്തെ ഒരാളാണ്. അല്ലാതെ സീരിയസ് ആയിട്ടുള്ള സമയത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും സജഷൻസോ തന്നിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ? ഇല്ല, അവരങ്ങനെ അതിലൊന്നും ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ജീന്റെയും റൈറ്ററായിട്ടുള്ള സുബിന്റെയും അവരുടെയൊക്കെ ഭാഗത്തുനിന്നും പിന്നെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. പിന്നെ അതുമല്ല നമുക്കറിയാം ഇവരൊക്കെ ഒരു മറ്റൊരു മേഖലയിൽ ഇവരെല്ലാവരും ഷൈൻ ചെയ്ത് നിൽക്കുന്നത്. രഞ്ജിച്ചേട്ടനാണെങ്കിൽ ഇപ്പോൾ സിനിമ മേഖലയിൽ ഏറ്റവും നിൽക്കുന്ന സീനിയറായിട്ട് നിൽക്കുന്ന ഒരു ഔദ്യോഗിക പദവിയിൽ നിൽക്കുന്ന ആളുകളാണ്. ഇത്തരത്തിൽ ആളുകളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഇവരെ കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒരു വിളിച്ച സമയത്ത് തന്നെ സിനിമയിലേക്ക് വരാം? അയ്യോ, അതെനിക്കറിയില്ല. അതൊക്കെ കാസ്റ്റിംഗ് ഒന്നും ചെയ്യണത് ഞാനല്ലല്ലോ. അത് പക്ഷെ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് വന്നതും ചെയ്തതും. ആ ഉള്ള സമയം മുഴുവൻ ഭയങ്കര എൻജോയ്മെന്റ് വരും. എല്ലാ ടീം ബാലു തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ എപ്പോഴും വർക്ക് ചെയ്തൊരു മൊമെന്റ് എത്രത്തോളം ഭയങ്കര സന്തോഷമാണ്. കാര്യം എല്ലാവരും വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അവരോട് സിനിമകൾ ചെയ്യാന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഭാവനയോടൊത്ത് ഭാവന നമുക്കറിയാം കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഒരു ജനപ്രിയ മനസ്സുകളിൽ ഏറ്റവും തിരിക്കുന്ന ഒരു ഭാവന ഈ സിനിമയിൽ തിരിച്ചു വരുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഭാവനയോടൊപ്പം? കൂടുതൽ സീക്വൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് കൂതറ എന്നുള്ള സിനിമയിൽ. ഇപ്പൊ എന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ നായിക ഭാവനയായിരുന്നു. ഇപ്പൊ അത് ഈ സിനിമയിൽ ഞാനിതെന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സിനിമയാണെന്നാണ് വിചാരിക്കുന്നത്. ആ സിനിമയിലും
ഇതിലെൻ്റെ ആദ്യ നായികയായിട്ട് തന്നെ ഡേവിഡ് പടിക്കലിൻ്റെ ആദ്യ നായികയായിട്ട് ഭാവന അഭിനയിക്കുന്നുള്ള എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു. ഭയങ്കര സന്തോഷമാണ് ഭാവനയുടെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്.